ആര്യ ചേച്ചിക്ക് ചൈന ഭാഷ അറിയാന്ന് കേട്ടു. സായ് സോങ് വോ സായ് ഹ്യുവൻ സ്യുഹൻ ഡേ ഷിവു ഷീഷേട്ടങ്. ഇതെനിക്ക് ചൈനയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. ആര്യ ചേച്ചി പറഞ്ഞു കൊടുക്കേ. ആര്യ ചേച്ചി ഒന്നുകൂടെ. നിങ്ങൾക്ക് അല്ല ഇത് ടോണിലാണ് കാര്യം. ഞാൻ എപ്പോഴും പറയുന്നില്ല, മലയാളം പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മാറി. വേണ്ട 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 എടാ, നീ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കടാ. സായ് സോങ് വോ സായ് സോങ് വോ, അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ലായിരുന്നു ചൈനീസിൽ. സായ് സോങ് വോ 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 ആയിരിക്കും ഞാൻ. സായ് സ്യുഹൻ ഷിവു ഇതൊക്കെ ഉള്ളതാണോ? ഞാൻ പെട്ടു. അയ്യേ അയ്യേ ആര്യ ചേച്ചി പെട്ടു. എന്തായിരുന്നു ഇവിടെ നമ്മള് എങ്ങനെയാ എംജെ മാർക്ക് പറഞ്ഞോണ്ടേ? അത് ശരിക്കുള്ളതാ. ഇപ്പോഴല്ലേ മനസ്സിലായത് അത് ശരിക്കുള്ളതല്ല. ആർക്കും ഇത് അറിയാത്തത് കൊണ്ട് ഇത്ര നാള് കൊള്ളാമായിരുന്നു. അറിയാത്ത ഒരാള് വന്നപ്പോ നോക്ക്, ചൈനക്കാരി വന്നപ്പോ അതല്ല. അർത്ഥം എന്താന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ചൈനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പാമ്പിന്റെ സൂപ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ അരിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് അത് പഠിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരാം. എനിക്ക് ഈ പണിനേക്കാളും നല്ലത് ഇത് അറിഞ്ഞൂടായിരുന്നു. ഇന്നലെ പഠിച്ചതാണോ? എനിക്ക് ഈ ചൈനീസ് തീരെ പരിചയമില്ല. ഇത് കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെയാണ് ആര്യ ചേച്ചിക്ക് അറിയാം. നീട്ടി പിടിച്ചുള്ള വാക്ക് വന്നപ്പോ ഗ്രാമർ പഠിച്ചിട്ടില്ല. അറിയാം ഐ ലവ് യു. പിന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫോൺ നമ്പർ ചോദിക്കാൻ അറിയാം. ഐ ലവ് യു എന്ന് പറയാൻ അറിയാം, നമ്പർ ചോദിക്കാൻ അറിയാം. എന്നാ ആര്യ ചേച്ചിന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാം. അത് സിമ്പിളാ. പിന്നെ നീ ഹാവോമാ? ഓ ഹാവ്. നിനക്ക് സുഖമാണോ എന്ന്? ഭാഗ്യം. രക്ഷപ്പെട്ടു. നല്ല ഒതന്റിക് ചൈനക്കാരി. കൈ കൊടു.